Hi dears, I'm Sahila. Today I would like to introduce my journal with you. So let's begin. എങ്ങനെയാട്ടോ എൻ്റെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? അൽഹംദുലില്ലാ എന്ന് വെച്ചാൽ തുടങ്ങിയത്. ലെഫ്റ്റിൽ കാണുന്ന എൻവലപ്പ് അത് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിനും മംഗളും കൂടി എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കാർഡ് അയച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ എടുത്ത് വെച്ചത് അന്നത്തെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്കിളിപ്പോൾ ഞങ്ങളെ കൂടെ ഇല്ല. പിന്നെ ഈ പിക്ചർ ഞാൻ റോക്സും സ്ട്രീംസും എങ്ങനെ വെള്ളത്തിന് റിഫ്ലക്ഷനൊക്കെ എങ്ങനെ ചെയ്യാമെന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിരുന്നു. ഈ സമയത്ത് ഞാൻ മോനെ ക്യാരിയിങ് ആയിരുന്നു. പിന്നെ അടിയിലുള്ള മെസ്സേജ് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതും ഇതിൻ്റെ അടിയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഗാലക്സി ബേസ്ഡ് ആയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഗാലക്സി ഞാൻ വരച്ചതല്ല കേട്ടോ, അത് പിക്ചർ ഞാൻ ഒട്ടിച്ചതാണ്. ഈ കാലിഗ്രഫി മാത്രമേ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. ടോക്കൺ ഓഫ് ലവ് ബി.എഡിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് കുട്ടികൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഞാൻ ഇപ്പം സൂക്ഷിച്ചിട്ടുണ്ട് നല്ലൊരു ഓർമ്മയ്ക്ക്. അത്ര പെർഫെക്റ്റായ ടീച്ചറായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. സ്റ്റിൽ ആരുടെയൊക്കെയോ ആരെല്ലാമോ ആയി തോന്നിയ കുറച്ച് നല്ല നിമിഷങ്ങൾ, അതായിരുന്നു ടീച്ചിങ് പ്രാക്ടീസ്. പിന്നെ ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും അവരുടെ അഭിപ്രായങ്ങളൊക്കെ വാങ്ങിയതായിരുന്നു. പിന്നെ ഇത് ഞാനും അനിയത്തിയും കൂടി ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയതാണ് കോഴിക്കോടേക്ക്. അപ്പോൾ വാങ്ങിയ ഡ്രസ്സിൻ്റെ പിക്ചറും വരച്ചിരുന്നു. അത് ബില്ലുണ്ട്. പിന്നെ കുട ചൂടി പോകുന്ന ഞങ്ങൾ രണ്ടാളും കേട്ടോ. പിന്നെ ബസ് ടിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ അതിൻ്റെ ഡിജിറ്റ്സും ലെറ്റേഴ്സും ഒക്കെ മാഞ്ഞു പോയിരുന്നു. ഇത് ഞാൻ ഒരുപാട് ആലോചിച്ച് ഇഷ്ടപ്പെട്ട് റെഫർ ചെയ്ത കാര്യം. ഡോക്ടർ ചാൻ എന്ന വികൃതി പെൺകുട്ടി എന്ന പുസ്തകം ഞാൻ വായിച്ചിരുന്നു. എനിക്ക് ആ ഒരു അവസരം കിട്ടിയപ്പം ഇത്രയും മുന്നേ ഞാൻ വായിക്കേണ്ടിയിരുന്ന പുസ്തകമായിരുന്നു അത് തോന്നിപ്പോയി. എന്നാലും കിട്ടിയ സമയത്ത് അതിനെക്കുറിച്ച് നന്നായി റെഫർ ചെയ്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണം തോന്നി. കാരണം ഭാവിക്കും കൂടി എനിക്കത് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തോന്നി. അപ്പം ചെയ്തതാണ്. പിന്നെ സിംപ്ലി ബട്ടർഫ്ലൈസ് പിക്ചേഴ്സ് ഒട്ടിച്ചതാണ്. എഴുത്ത് മാത്രമേ ഉള്ളതിൽ എൻ്റേത്. പിന്നെ എനിക്കുള്ളൊരു ടെൻഡൻസി ഉണ്ട്, ഇഷ്ടപ്പെട്ട പ്രറ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീ ആയിരിക്കുമ്പോൾ വരയ്ക്കും. ചിലപ്പോൾ അടിയിലുള്ള കോഡ്സൊക്കെ എൻ്റെ വക വേറെ ഏതെങ്കിലും കോഡ്സ് എടുത്ത് എഴുതിയതായിരിക്കും, എൻ്റേതായിട്ടുള്ള കാലിഗ്രഫി ആയിരിക്കും. പിന്നെ ഇതിന് ഇൻസ്പിറേഷന് മഞ്ജു ചേച്ചിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ബി ലൈക്ക് എ ട്രീ ആൻഡ് ദ ലെറ്റ് ദ ഡെഡ് ലീവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ചേച്ചി ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ ഉണ്ട്. അത് കണ്ടപ്പം അത് ഈ രീതിയിലും കാലിഗ്രഫി ആക്കി ചെയ്താലോ എന്നിങ്ങനെ തോന്നി ചെയ്തതാണ്. Be kind to yourself, it helps you grow. Definitely. ഇതും അതുപോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ഞങ്ങൾ ടീച്ചറുടെ പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പിന്നെ ചെയ്തതാണ്. You are loved and blessed. നെക്സ്റ്റ് കൂടുതൽ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. സെൽഫ് ലവിനെ കുറിച്ച്, പോസിറ്റീവ് തിങ്കിങ്, ഹാപ്പിനെസ്, അതിനെ കുറിച്ചൊക്കെയാണ്. സെൽഫ് ലവിനെ കുറിച്ച് ഒരു ഓവറോൾ ഒരു ഐഡിയ. ഇത് സംഗതി എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയ ഒരു വർക്കാണ്, പക്ഷേ എന്നാലും ഞാനത് ഒഴിവാക്കി എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സം ഗേൾസ്, ഇത് റെഫറൻസ് പിക്ചർ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എടുത്ത പിക്ചറായിരിക്കും, പക്ഷേ ചെയ്ത് വരുമ്പോൾ എൻ്റേതായ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരും. ഇത് ബ്ലാക്കിങ് കൊണ്ട് വരയ്ക്കും, ബ്ലാക്കിങ് പെന്നുകൊണ്ട് വരയ്ക്കും. ആദ്യം പെൻസിൽ ഉപയോഗിക്കും, പിന്നെ പെന്ന് ഉപയോഗിക്കും, പിന്നെ കളറായിട്ട് ക്രയോണോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഒക്കെ ഉപയോഗിക്കും. കേളി ഹെയർസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ കേളി ഹെയർസുള്ള കുട്ടികൾ വരയ്ക്കാനൊക്കെ. പിന്നെ ഈ പിക്ചറിൻ്റെ സൈഡിലുള്ള ലീവ്സ്, കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ പ്രസ് ചെയ്ത് വെച്ചതാണ്.
ബർഫി. ഞാൻ ഒരുപാട് മുന്നേ വായിക്കേണ്ടല്ല, കാണേണ്ടിയിരുന്നൊരു ഫിലിമായിരുന്നു ബർഫി. പക്ഷേ ഞാൻ ഇവിടെ അടുത്താണ് കണ്ടത്, റീസെൻ്റായിട്ടാണ് കണ്ടത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ്. അതിനെക്കുറിച്ച് അത് കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണം, എന്തെങ്കിലും കുറിച്ച് ഒരു മെമ്മറി ആയിട്ട് തന്നെ സൂക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. അത് ഇവൻ എ ബോൾ ഓഫ് വാട്ടർ ഇസ് ഇനഫ് ഫോർ ഷിപ്സ് ടു സെയിൽ ഇൻ, ഇഫ് യു ബിലീവ് ഇവൻ ദ പേപ്പർ ബേർഡ് ക്യാൻ ഫ്ലൈ എന്നൊക്കെ പറഞ്ഞ ആ ഒരു രംഗം, ആ ഭാഗമൊക്കെ ഒരുപാട് നല്ല ഇൻട്രസ്റ്റായി തോന്നി. പിന്നെ പോസിറ്റീവായിരിക്കാൻ ചില മോട്ടിവേഷൻസ്. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ചില കാര്യങ്ങൾ മാത്രമേ നമ്മളെ കൺട്രോളിലുള്ളൂ, ചില കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ അല്ലേ. അപ്പോൾ നമ്മുടെ ചില കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അതായിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ കൂടുതൽ ഉപകാരപ്പെടുക. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡാട്ടോ, യൂട്യൂബിൽ കണ്ടതിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ഞാൻ എഴുതിയ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേറെ ആരും നമ്മുടെ ബർത്ത്ഡേ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്നാലും നമ്മളെങ്ങനെ ഹാപ്പി ആയിരിക്കാം, നമ്മൾ ശ്രമിക്കുക എന്നുള്ളതിന് ഞാൻ റെഫറൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മളെന്നും ഓർക്കേണ്ട ഒരു കാര്യമാണല്ലോ അല്ലേ. ലൈൻ ഷക്കറത്തും ഇല്ല അസീദന്നക്കും, ഇന്നലത്തെ കുറേ പ്രാർത്ഥനകളിലാണ് നമ്മളിന്നും ജീവിക്കുന്നത്. സോ ബി ഗ്രേറ്റ്ഫുൾ വാട്ട് എവർ വി ഹാവ് നൗ.